നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 235 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 249 പേർക്ക് രോഗമുക്തിയുണ്ടായി. 2837 രോഗികളാണ് നിലവിൽ ഉള്ളത്. 4396 പേരെയാണ് തിങ്കളാഴ്ച പരിശോധിച്ചത്. ഖത്തറിൽ 235 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 249 പേർക്ക് രോഗമുക്തിയുണ്ടായി. 2837 രോഗികളാണ് നിലവിൽ ഉള്ളത്. 4396 പേരെയാണ് തിങ്കളാഴ്ച പരിശോധിച്ചത്. 6 ലക്ഷത്തിൽ പരം പേർക്കാണ് ആകെ പരിശോധന നടത്തിയത്. ഇതിൽ 1 ലക്ഷത്തിൽ പരം പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,18,931 പേരാണ് ആകെ ഇതുവരെ രോഗമുക്തി നേടിയത്. ഇന്നലെ 2 പേർ കൂടി മരണപ്പെട്ടതോടെ ആകെ മരണം 207 ഉയർന്നു. UAE-യിൽ 24 മണിക്കൂറിനകം 707 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 80,266 ആയി. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 438 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90,660 ആയി. 185 പേർക്ക് കൂടി രോഗം ഭേദമായി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 84,113 ആയി. 92.7% രാജ്യത്തെ രോഗമുക്തി നിരക്ക്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 797 ആയി. 488 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 184 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 62 കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കി ബാർബർ ഷോപ്പുകൾ തിരിച്ചുവരവിന്റെ പാതയിൽ. കോവിഡിന്റെ വരവോടെ ഉൾവലിഞ്ഞ ഇടപാടുകാരെ തിരിച്ചെത്തിക്കാനുള്ള ബോധവൽക്കരണത്തിലാണ് ബാർബർമാർ. സ്ഥിരമായി എത്തിയിരുന്നവരെ ഫോണിൽ വിളിച്ചും നേരിട്ടെത്തുന്നവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ബോധ്യപ്പെടുത്തിയുമാണ് ജനവിശ്വാസം ഇപ്പോൾ അബുദാബിയിൽ വീണ്ടെടുക്കുന്നത്. രാജ്യാന്തര യാത്രയ്ക്കുള്ള വിലക്ക് ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി നീക്കാനുള്ള തീരുമാനം ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചതോടെ സൗദിയിലെ വിമാനത്താവളങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞു. കോവിഡ് പ്രതിരോധ മുൻകരുതൽ നടപടികൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കും മടങ്ങിവരുന്നവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുക. കോവിഡ് ബാധിതരല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ചൈനയുടെ സിനോഫാം വാക്സിന്റെ പരീക്ഷണം അബുദാബിയിൽ വിജയകരമാണ് എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ UAE-യിൽ കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അനുമതി നൽകി. UAE ആരോഗ്യമന്ത്രി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഉവൈസാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അടിയന്തര സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ നൽകാൻ അനുമതി നൽകിയ കാര്യം പ്രഖ്യാപിച്ചത്. ജൂലൈ 16 മുതൽ അബുദാബിയിൽ കോവിഡ് വാക്സിൻ പരീക്ഷണം തുടരുകയാണ്. കോവിഡ് രോഗികളുമായി നേരിട്ട് ഇടപെടേണ്ടി വരുന്നവർക്കാണ് വാക്സിൻ ആദ്യം നൽകുക. വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും നിയമവിധേയമായി വാക്സിൻ നൽകാവുന്നതാണ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന പത്തനംതിട്ട സ്വദേശി ഒമാനിൽ മരിച്ചു. വാദി കബീറിൽ താമസിക്കുന്ന ആനന്ദപ്പള്ളി കോളഞ്ഞിക്കൊമ്പിൽ സാം ജോർജിന്റെ ഭാര്യ ബ്ലസ്സിയാണ് റോയൽ ആശുപത്രിയിൽ മരിച്ചത്. വയസ്സ് 37. സിനാവ് ആശുപത്രിയിൽ നേഴ്സായിരുന്ന ബ്ലസ്സി 1 മാസം മുമ്പാണ് രോഗബാധിതയാകുന്നത്. തുടർന്ന് ഇബ്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നില ഗുരുതരമായതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് റോയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മലയാളി യുവാവ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിലെ പരേതനായ പണിക്കൽ കത്തമ്പുവിന്റെയും ശാന്തമ്മയുടെയും മകൻ അനിൽകുമാറാണ് മരിച്ചത്. അബുദാബി ഡ്രീം മെറ്റൽസിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു. ഇസ്രയേലുമായുള്ള നയതന്ത്ര കരാർ ഒപ്പിടുന്നതിനായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി വാഷിംഗ്ടണിലെത്തി. അമേരിക്കയിലെ ബഹ്റൈൻ അംബാസിഡറായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് അൽ ഖലീഫ വിദേശകാര്യമന്ത്രിയെ സ്വീകരിച്ചു. ചൊവ്വാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ചായിരിക്കും ഇസ്രയേലുമായുള്ള കരാർ ഒപ്പുവയ്ക്കുക. അതോടൊപ്പം തന്നെ UAE-യുമായുള്ള സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കൽ ചടങ്ങിലും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ്. രോഗികൾക്ക് ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യാൻ പുതിയ റോബോട്ടുകളെ വികസിപ്പിച്ചു. ഭക്ഷണവും മരുന്നും മാത്രമല്ല, അന്തരീക്ഷ പ്രതലവും അണുവിമുക്തമാക്കാനും ഈ റോബോട്ടുകൾ കഴിയും. COVID-19 വ്യാപനം തടയുന്നതിനായി രോഗികൾക്ക് ഭക്ഷണം മരുന്നും വിതരണം ചെയ്യാനുള്ള റോബോട്ടുകളെ ഖത്തറിൽ ഉപയോഗിക്കാവുന്നതുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.